ആൻഡ് വെൽക്കം ബാക്ക്. മനോഹരമായ ഒരു പാട്ട് കേട്ടുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആ മനോഹരമായ ശബ്ദത്തിന് ഉടമ ആരാന്നുള്ള ആളെ എനിക്കറിയില്ല. പക്ഷെ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലാസ്റ്റ് സൺഡേ അമ്മയുടെ ബർത്ത്ഡേക്ക് സ്വർഗത്തിൽ പോയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ മ്യൂസിക് ടീം ഉണ്ടായിരുന്നു. അവർ പാടിയ പാട്ടായിരുന്നു. സൺഡേ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി സ്വർഗത്തിൽ പോയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. പക്ഷെ അതിനുശേഷം ഐ ടോട്ടലി ഫൊഗോട്ട് അബൌട്ട് ദിസ് വീഡിയോ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന കാര്യമേ ഞാൻ മറന്നുപോയി. പക്ഷെ സാരമില്ല, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. എന്നാൽ പിന്നെ ഇപ്പോൾ വീഡിയോ ഇട്ടേക്കാം, അതിനിപ്പോൾ എന്തായാലും കുഴപ്പം. സ്വർഗത്തിലേക്ക് പോയതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഞങ്ങൾക്ക് ചില്ലായിട്ട് അധികം ധൃതിയൊന്നുമില്ലാതെ സാവകാശ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നു, കേക്കൊക്കെ കട്ട് ചെയ്തു. അതിനുശേഷം പതുക്കെ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് വരുന്ന സമയം കൊണ്ട് സുലൈമാനിയൊക്കെ മേടിച്ച് കുടിച്ചു. നല്ല അടിപൊളി സുലൈമാനിയായിരുന്നു. അതിനുശേഷം എന്തൊക്കെയോ കുറേ ഫുഡ് ഓർഡർ ചെയ്തിട്ടോ. പിടി, കോഴിയിറച്ചി, ഞണ്ട്, ചെമ്മീൻ, പിന്നെ എന്തായിരുന്നു ഇടിയപ്പം, നൂൽപുട്ട്, അങ്ങനെ എന്തൊക്കെയോ കുറേ ഓർഡർ ചെയ്തു. ഫുഡ് വാസ് റിയലി അമേസിങ്. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ, അതായത് എൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് വരെ വീട്ടിൽ എൻ്റെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ കേക്ക് ഉണ്ടാക്കും. ആ കേക്ക് എന്ന് പറയുന്നത് പണ്ടത്തെ അവനില്ലേ, വലിയ അവൻ കറണ്ടിലേക്ക് കുത്തിയിട്ട് വട്ടത്തിലുള്ളത്, അതിനകത്ത് അമ്മ ഒരു കേക്ക് ഉണ്ടാക്കും. 1-2 പ്രാവശ്യമൊക്കെ പാളിപ്പോയിട്ടുണ്ട്, പക്ഷേ മിക്കപ്പോഴും ഇറ്റ് വാസ് അമേസിങ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കായിരുന്നു. അപ്പോൾ അമ്മ സ്ഥിരം ഒരു കേക്ക് ഉണ്ടാക്കും. അതൊരു മെഴുകുതിരി കുത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്യും. പിന്നെ ചിലപ്പോൾ അമ്മ വല്ല ഉണ്ണിയപ്പോ മിച്ചറോ എന്തെങ്കിലും ഉണ്ടാക്കും. അതായിരുന്നു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഉള്ള ഓർമ്മകൾ. അന്ന് നമ്മുടെ ഓപ്ഷൻസൊക്കെ വളരെ ലിമിറ്റഡ് ആണെങ്കിലും ആ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് സന്തോഷം നമ്മൾ കണ്ടെത്തുമായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് കേക്കിനാണെങ്കിൽ തന്നെ എന്തോരം വെറൈറ്റീസും എന്തോരം ഓപ്ഷൻസാണ്. അത് നല്ല ഓർമ്മകളാണെങ്കിൽ ഇതും നല്ല ഓർമ്മകളൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു ഫ്രഷ് ക്രീം ആദ്യമായിട്ട് കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബർത്ത്ഡേക്കാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഏട്ടൊരു ഫ്രഷ് ക്രീം കേക്ക് മേടിച്ചു. അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്, ഫ്രഷ് ക്രീം കേക്ക്. കുഞ്ഞുനാളിൽ നിങ്ങളുടെ ബർത്ത്ഡേയുടെ ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.